ഏവർക്കും സ്നേഹവന്ദനം. മിഡിൽ ഈസ്റ്റ് യുദ്ധം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതെങ്ങനെ ഇന്ത്യയെയും കേരളത്തെയും ബാധിക്കുന്നു, ഇതിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ്, ഇവയെക്കുറിച്ചാണ് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ 2026 മാർച്ചോടെ മിഡിൽ ഈസ്റ്റ് മേഖലയിൽ നിലനിന്നിരുന്ന സംഘർഷം ഒരു പുതിയതും അതീവ അപകടകരവുമായിട്ടുള്ള ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. വർഷങ്ങളായി നിഴൽ യുദ്ധം അല്ലെങ്കിൽ ഷാഡോ വാർ എന്ന നിലയിൽ തുടരുന്ന സംഘർഷം ഇപ്പോൾ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിലേക്ക് മാറിയിരിക്കുകയും അതിന്റെ ഫലമായിട്ട് നിരവധി പ്രാദേശിക ശക്തികളും അന്താരാഷ്ട്ര ശക്തികളും ഉൾപ്പെടുന്ന സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മനസ്സിലാക്കിയതാണ്. കടൽ ഗതാഗത മാർഗങ്ങൾ തടസ്സപ്പെടുക, എണ്ണ വാതക അടിസ്ഥാന സൗകര്യങ്ങൾ നശിക്കുക, അന്താരാഷ്ട്ര വ്യാപാരം തടസ്സപ്പെടുക തുടങ്ങിയ സംഭവങ്ങൾ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ ശക്തമായി ബാധിച്ചിരിക്കുകയാണ്. എണ്ണ ഇറക്കുമതിയിൽ വലിയ രീതിയിൽ ആശ്രയിക്കുന്ന ഇന്ത്യക്കും പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളുമായി ശക്തമായ ബന്ധമുള്ള കേരളത്തിനും ഈ സംഭവങ്ങൾ നേരിട്ട് ബാധിക്കുന്നതാണ്. ഇപ്പോൾ നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധം അതൊരു പക്ഷെങ്കിൽ നമ്മളെ ഡയറക്റ്റായിട്ട് ബാധിക്കുന്ന കാര്യമേ ഇല്ല. അതിൽ നിന്ന് ചില അഡ്വാൻറ്റേജ് ഒക്കെ നമുക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ മിഡിൽ ഈസ്റ്റിൽ നടക്കുന്നതായിട്ടുള്ള യുദ്ധം നിമിത്തം നമ്മളെ അത് ബാധിക്കുക മാത്രമല്ല, നമുക്ക് വലിയ നഷ്ടങ്ങളും സംഭവിക്കാൻ പോവുകയാണ്. ഒന്നാമതായിട്ട് മിഡിൽ ഈസ്റ്റിലെ നിലവിലെ സാഹചര്യം മനസ്സിലാക്കണം. മിഡിൽ ഈസ്റ്റിൽ കഴിഞ്ഞ ഏതാനും ആഴ്ചകളായിട്ട് സംഘർഷം വൻതോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. നിരവധി പ്രധാന സംഭവങ്ങൾ ഈ പ്രതിസന്ധി കൂടുതൽ ഗൗരവമാക്കിയിട്ടുണ്ട്. ഊർജ ഗതാഗത തടസ്സം, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത മാർഗങ്ങളിൽ ഒന്നായ ഹോർമുസ് കടലിടുക്ക് ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണെന്നുള്ളത് റിപ്പോർട്ടുകളെല്ലാം തന്നെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഇടുങ്ങിയ കടൽപാതയിലൂടെ ലോകത്തിലെ ഏകദേശം 80% എണ്ണ വിതരണമാണ് നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ കടലിൽ മൈനുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നതോടുകൂടെ എണ്ണ കപ്പലുകൾക്ക് നേരെ ആക്രമണവും നാവികസേനയുടെ സാന്നിധ്യവും വർദ്ധിപ്പിച്ചതുമെല്ലാം ഈ കടൽപാതയിലെ ഗതാഗതം അപകടമാക്കി തീർത്തിരിക്കുകയാണ്. പ്രകൃതിവാതക വിതരണം തടസ്സപ്പെടല്, ലോകത്തിലെ പ്രധാന LNG കയറ്റുമതി രാജ്യമായ ഖത്തർ ചില പ്രത്യേക വാതക കയറ്റുമതികളിൽ ഫോഴ്സ് മെജൂർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇതിന്റെ ഫലമായിട്ട് ലോകവ്യാപകമായി പ്രകൃതിവാതക വില കുത്തനെ ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത് ഇന്ത്യ പോലെയുള്ള ഇറക്കുമതി ആശ്രിത രാജ്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയാകുന്നു എന്നതിന് യാതൊരു സംശയവുമില്ല. എണ്ണ വാതക അടിസ്ഥാന സൗകര്യ നാശം, നമുക്കറിയാവുന്ന പോലെ സൈനിക ആക്രമണങ്ങളുടെ ഭാഗമായിട്ട് ഇറാൻ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ എണ്ണ ശുദ്ധീകരണശാലകളും വാതക പദ്ധതികളും നാശനഷ്ടം നേരിട്ടതായിട്ട് റിപ്പോർട്ടുകളിൽ വരുന്നു. ഈ നാശനഷ്ടം ലോകത്തെ മൊത്തത്തിലുള്ള എണ്ണ ഉൽപാദനം കുറയാനായിട്ട് കാരണമാക്കും. രണ്ടാമതായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലുള്ള പ്രത്യാഘാതങ്ങളെ കുറിച്ചാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇന്ത്യ നമ്മുടെ എണ്ണ ആവശ്യങ്ങളുടെ ഏകദേശം 85 മുതൽ 90% വരെ ഇറക്കുമതിയിലൂടെ നിറവേറ്റുന്ന ഒരു രാജ്യമാണ് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര എണ്ണവില ഉയരുന്നത് ഇന്ത്യയെ നേരിട്ട് ബാധിക്കുകയാണ്. ഇന്ധനവില വർധന, ലോക എണ്ണവില സൂചികയായിട്ടുള്ള ബ്രെന്റ് ക്രൂഡ് ഇപ്പോൾ ബാരലിന് $110 മുതൽ $116 വരെ ഉയർന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് ഇന്ത്യയിൽ ഇതിനകം തന്നെ പ്രതിഫലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. ഗ്യാസ് സിലിണ്ടർ വില വർദ്ധിച്ചു, പെട്രോൾ ഡീസൽ വില ഉയർന്നു, ഗതാഗത ചെലവ് വർദ്ധിച്ചു. ഇത് സാധാരണ ജനങ്ങളുടെ ജീവിത ചെലവിനെ ഉയരാൻ തക്കവണ്ണം കാരണമാകും. വരുമാനം കുറയുകയും ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ഏറ്റവും വലിയ ഭീകരമായിട്ടുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ പോകുന്നത്. സാമ്പത്തിക വളർച്ചയ്ക്ക് ഇത് ബാധിക്കും എന്ന് സാമ്പത്തിക വിദഗ്ധന്മാരെ പറയുന്നു. എണ്ണവിലയിൽ ഓരോ $10 വർധനവും ഇന്ത്യയുടെ DGP വളർച്ചയെ ഏകദേശം 0.25% കുറയ്ക്കും എന്നാണ് ഒരു നിഗമനം. 2026 ഇന്ത്യയുടെ വളർച്ച 7% ആയിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഇപ്പോൾ അത് ഏകദേശം 6.5% വരെ താഴാൻ സാധ്യതയുണ്ടെന്ന് പറയപ്പെടുന്നു. കടൽ വ്യാപാര പ്രതിസന്ധി, മിഡിൽ ഈസ്റ്റിലെ പ്രശ്നങ്ങൾ കാരണം പ്രധാന കടൽ ഗതാഗത മാർഗങ്ങളായ റെഡ് സീ, അതേപോലെ തന്നെ ഹോർമുസ് കടലിടുക്ക് ഇവിടങ്ങളിലൂടെ കപ്പൽ ഗതാഗതം അപകടമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് കപ്പലുകൾ ദൈർഘ്യമേറിയ മാർഗങ്ങൾ ഉപയോഗിക്കണം. ഇൻഷുറൻസ് ചെലവ് ഉയരുന്നു, കയറ്റുമതി വൈകുന്നു, അതുപോലെ തന്നെ യാത്രയുടെ ദൈർഘ്യം വർദ്ധിക്കുന്നു. അപ്പൊ ഇത് ഇന്ത്യയുടെ വ്യാപാരത്തെ എല്ലാ വിധത്തിലും ബാധിക്കും എന്നതിന് യാതൊരു സംശയമില്ല. അപ്പൊ രൂപയുടെ മൂല്യം കുറഞ്ഞേക്കാം. എണ്ണ ഇറക്കുമതിക്കായി കൂടുതൽ ഡോളർ ആവശ്യമായി വരുന്നതിനാൽ ഇന്ത്യൻ റുപ്പീസ് അമേരിക്കൻ ഡോളറിനെതിരെ ദുർബലമാകാനായിട്ടും സാധ്യതയുണ്ട്. ഇപ്പോൾ തന്നെ അതിന്റെ സൂചനകളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ രൂപയുടെ മൂല്യം കുറഞ്ഞാൽ ഇറക്കുമതി ചെലവ് വർദ്ധിക്കുകയും ചെയ്യും. മൂന്നാമതായിട്ട്
കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ മറ്റു സംസ്ഥാനങ്ങളെക്കാളും കേരളത്തിന് ഇത് ഒരുപാട് ബാധിക്കപ്പെടും. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ഏറ്റവും ശക്തമായ ബന്ധമുള്ള ഒരു ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം എന്നുള്ളത് നമുക്കറിയാം. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ഏതൊരു സംഘർഷവും കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ബാധിക്കും. സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല, നമുക്ക് മാനസികമായിട്ടുള്ള സംഘർഷങ്ങളും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. തൽഫലമായിട്ട് രോഗമായിട്ടൊക്കെ അത് മാറാനും ഇടയുണ്ട്. റിമിറ്റൻസ് സമ്പദ് വ്യവസ്ഥ കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയിൽ വിദേശത്ത് ജോലി ചെയ്യുന്ന മലയാളികൾ അയക്കുന്ന പണം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്, സാമ്പത്തിക വളർച്ചയ്ക്ക് വേണ്ടിയിട്ട്. 2025 ഇന്ത്യക്ക് ലഭിച്ച വിദേശ പണം ഏകദേശം 135 ബില്യൺ ഡോളറിൽ അധികമായിരുന്നു. അതിൽ വലിയ പങ്ക് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളായിരുന്നു. അപ്പൊ കുറച്ചു കാലത്തേക്ക് വർധന, യുദ്ധം ആരംഭിക്കുന്ന സമയങ്ങളിൽ പല പ്രവാസികളും അവരുടെ സമ്പാദ്യം ഇന്ത്യയിലേക്ക് അയക്കാറുണ്ട്. നമുക്ക് കുറച്ചു കാലത്തേക്ക് അതൊരു നേട്ടമായി കാണാറുണ്ട്. ഇത് താൽക്കാലികമായിട്ടുള്ള റിമിറ്റൻസ് വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നുണ്ട്. ദീർഘകാല ഭീഷണി ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ യുദ്ധം ദീർഘകാലം തുടരുകയാണെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെ ചില പ്രധാന മേഖലകളിലൊക്കെ അത് ബാധിച്ചേക്കാം. നിർമ്മാണ മേഖല, അതേപോലെ ടൂറിസം മേഖല, റീറ്റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പദ്ധതികൾ, ഈ മേഖലകളിലൊക്കെ നിരവധി മലയാളികൾ ജോലി ചെയ്യുന്നുണ്ട്. പദ്ധതികൾ നിർത്തുകയോ മന്ദഗതിയിലാകുകയോ ചെയ്താൽ തൊഴിലില്ലായ്മ രൂക്ഷമായി തീരും. മാത്രമല്ല, റിവേഴ്സ് മൈഗ്രേഷൻ സംഭവിക്കുകയും ചെയ്യും. കാർഷിക കയറ്റുമതിക്ക് ആഘാതം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. കേരളം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്ക് നിരവധി കാർഷിക ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് അതിനകത്ത് ഉൾപ്പെട്ടു നിൽക്കുന്ന പല കുടുംബങ്ങളും ഇത് കേൾക്കുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. ഉദാഹരണത്തിന് കറി മസാലകള്, പഴങ്ങള്, പച്ചക്കറികള്, തേങ്ങ ഉൽപ്പന്നങ്ങള്. എന്നാൽ ഇപ്പോൾ കപ്പൽ ഗതാഗത ചെലവ് കൂടുകയും വിതരണത്തിൽ വൈകല്യം ഉണ്ടാകുകയും ചെയ്യുന്നത് കൊണ്ട് കർഷകരെ കൂടെ അത് ബാധിക്കുന്നു. അപ്പം അങ്ങ് മേലെ തട്ട് മുതൽ താഴെ തട്ട് വരെയും ഇത് എല്ലാവരെയും ബാധിക്കുന്നതാണ്. ഈ യുദ്ധം ബാധിക്കാത്ത ഒരൊറ്റ മലയാളി പോലും കേരളത്തിൽ ഉണ്ടാകുകയില്ലെന്നുള്ളതാണ് രത്നചുരുക്കം. ഇപ്പൊ LPG ക്ഷാമവും വില വർധനയും കൂടെ നമ്മൾ മനസ്സിലാക്കണം. കേരളത്തിലെ വീടുകളിൽ LPG ഉപയോഗം വളരെ കൂടുതലാണ്. ഇപ്പൊ നമ്മൾ വിറകടുപ്പുകളൊക്കെ ഒഴിവാക്കി തുടങ്ങി. ഇപ്പൊ LPG ആണ് എല്ലായിടത്തും, ഹോട്ടലുകളിലും ഒക്കെ അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പൊ എണ്ണവില ഉയരുന്നതോടെ ഗ്യാസ് സിലിണ്ടറിന്റെ വില, ഇപ്പൊ നമുക്കറിയാവുന്ന പോലെ കൊമേഴ്സ്യൽ ഗ്യാസിന്റെ ഒക്കെ വില ഓൾറെഡി ഉയർന്നിരിക്കുകയാണ്. മാത്രമല്ല, ലഭ്യതയും കുറയുകയാണ്. ഇത് പ്രത്യേകിച്ച് ഹോട്ടലുകളെ ബാധിച്ചുള്ളൂ എങ്കിൽ പോലും വീടുകൾക്കും നാളെ എന്ത് സംഭവിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. റെസ്റ്റോറന്റുകളെ ഒക്കെ ഇത് നേരിട്ട് ബാധിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്ന യുദ്ധ സാഹചര്യം ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ കുലുക്കാൻ സാധ്യതയുള്ളതാണ്. എണ്ണ ഗതാഗത മാർഗങ്ങൾ തടസ്സപ്പെടുകയും ഊർജ വിതരണം കുറയുകയും ചെയ്യുന്നതോടെ ലോകവ്യാപകമായി വിലവർധന ഉണ്ടാകുമെന്നതിന് യാതൊരു സംശയമില്ല. അപ്പൊ ഇന്ത്യക്ക് ഇത് സാമ്പത്തിക വെല്ലുവിളികളാണ് സൃഷ്ടിക്കുന്നത്. ഇന്ധനവില വർധന, രൂപയുടെ മൂല്യത്തകർച്ച, സാമ്പത്തിക വളർച്ച കുറയൽ തുടങ്ങിയവ എല്ലാം തന്നെ നമ്മളെ ബാധിക്കും. ഗൾഫ് രാജ്യങ്ങളുമായി അടുത്ത ബന്ധമുള്ള കേരളത്തിന് ഈ പ്രതിസന്ധി കൂടുതൽ പ്രാധാന്യമുള്ളതാണ്. റിമിറ്റൻസ്, പ്രവാസി തൊഴിലവസരങ്ങൾ, അതേപോലെ കാർഷിക കയറ്റുമതി, ഊർജ വിതരണം, ഇവയെല്ലാം മിഡിൽ ഈസ്റ്റിലെ സമാധാനത്തോട് അടുത്ത ബന്ധം പുലർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ സംഘർഷം എങ്ങനെ മുന്നോട്ട് പോകുന്നു എന്നത് ഇന്ത്യക്കും കേരളത്തിനും നിർണായകമായ ഒരു കാര്യമായതിനാൽ നമുക്ക് ഒത്തുപിടിച്ച് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം ഈ യുദ്ധത്തെ എത്രയും വേഗത്തിൽ അവസാനിപ്പിക്കത്തക്കവണ്ണം ഭരണാധിപന്മാരുടെ ഹൃദയങ്ങളോട് ഇടപെടുവാനും യുദ്ധം കൊണ്ട് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയില്ലെന്നും താഴ്മയും വിനയവും ധരിച്ചുകൊണ്ട് ഐക്യത്തോടുകൂടെ ലോകരാഷ്ട്രങ്ങൾ മുന്നോട്ട് പോകാൻ ഈ 21ാം നൂറ്റാണ്ടിൽ പോസ്റ്റ് മോഡേൺ യുഗത്തിൽ സാധിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് അപേക്ഷിക്കാം. ശാസ്ത്രം വളരുന്നതനുസരിച്ച് ലോകം പുരോഗതിയിലേക്കാണോ അധോഗതിയിലേക്കാണോ പോകുന്നത് എന്നും കൂടെ പരിചിന്തനം ചെയ്യേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് ശാസ്ത്രത്തിൽ മാത്രമല്ല നമുക്ക് ആശ്രയിക്കേണ്ടത്, ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവികമായ നടത്തിപ്പിന് വേണ്ടി കാത്തിരിക്കാനും താഴുവാനും നമുക്കെല്ലാവർക്കും ഒരുമനപ്പെട്ട് പ്രാർത്ഥിക്കാം. ദൈവം സമാധാനം നമ്മുടെ രാജ്യങ്ങളിൽ, സമീപ രാജ്യങ്ങളിൽ, നമ്മുടെ മിഡിൽ ഈസ്റ്റില്, ഇറാനില്, ഇറാഖില്, അതേപോലെ ഇസ്രായേലിൽ, അമേരിക്കയില്, റഷ്യയില്, ഉക്രൈനിലൊക്കെ നൽകട്ടെ. ദൈവമായ കർത്താവ് നമ്മളെ സമാധാനം കൊണ്ട് നിറയ്ക്കുമാറാകട്ടെ. ആമേൻ.